Good morning, students. Second question. The base radii of two cylinders of the same height are in the ratio 3:4. And height എന്ത് സെയിം ആണെന്ന് പറഞ്ഞിട്ട് ഹൈറ്റ് സെയിം ആയിട്ടുള്ള റേഷ്യോ 3:4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ടു സിലിണ്ടർ ബേസ് റേഡിയസ് 3:4 ആയിട്ട് അത് സെയിം ഹൈറ്റ് ആണ് പറഞ്ഞിട്ട്. ഹൈറ്റ് സെയിം ആണ്, റേഡിയസ് മാത്രം മാറാണ്. ഫസ്റ്റത്തെ സിലിണ്ടറിൻ്റെ റേഡിയസ് R1 സെക്കൻഡിൻ്റെ R2 ആയിട്ട് എടുത്തു. അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 3:4. ടു സിലിണ്ടറാണ്, ആ സിലിണ്ടറിൻ്റെ ഹൈറ്റ് സെയിം ആണ്, പക്ഷെ റേഷ്യോ എന്താണ്? ഓഫ് റേഡിയൈ 3:4 ആണ്. ഇനി വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ വോളിയം എന്ന് ചോദിച്ചു. അതായത് ഒരു സിലിണ്ടറിൻ്റെ റേഡിയസ് ചെറുതാണ്, പിന്നെ വേറൊരു സിലിണ്ടർ അത് 3 ആണെങ്കിൽ മറ്റേ സിലിണ്ടർ റേഡിയസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ റേഡിയസ് ഹൈറ്റ് സെയിം തന്നെയാണ്, രണ്ടിൻ്റെയും ഹൈറ്റ് സെയിം ആണ്. ഇത് ഹൈറ്റ് H ആണ്, ഇതിൻ്റെ ഹൈറ്റും H തന്നെയായാൽ സെയിം ഹൈറ്റ് ആയാൽ വോളിയത്തിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചത്. അപ്പോൾ വോളിയം നമുക്ക് കാണാൻ എന്ത് ചെയ്യുക? വോളിയം കാണാൻ ഇക്വേഷൻ ഫസ്റ്റ് റേഷ്യോ ആണെങ്കിൽ V1/V2 ആണ് കാണേണ്ടത്. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷനാണ്. പക്ഷേ ഇവിടെ നമുക്ക് R1 എന്തായിട്ട് എടുക്കാം? 3R ആയിട്ടും R2 എന്നത് 4R ആയിട്ട് എടുക്കുകയാണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് 6 ഇട്ട് കൊടുത്താൽ അത് ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? 3:4 തന്നെ വരും. എക്സാമ്പിളായിട്ട് R1:R2 എന്നുള്ളത് 3R:4R ആണെങ്കിൽ 6 ക്യാൻസൽ ചെയ്താൽ വീണ്ടും 3:4 തന്നെ വരും. അപ്പോൾ റേഷ്യോയുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യണം? റേഷ്യോ ഏതോ ഒരു നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്താണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ റേഡിയസിൻ്റെ റേഷ്യോ തന്നാൽ അത് എന്തായിട്ട് എടുക്കുക? R1 എന്നുള്ളത് 3R എന്ന് എടുക്കാം, അല്ലെങ്കിൽ X എന്ന് എടുക്കാം. R2 എന്ന് പറഞ്ഞാൽ 4 ആണ്. നമുക്ക് റേഷ്യോ ആണ് കാണേണ്ടത്, V1/V2 ആണ് കാണേണ്ടത്. വോളിയം കാണാനുള്ള ഇക്വേഷനാണ് സിലിണ്ടറിൻ്റെ πr²H ആണ്. സെക്കൻഡിൻ്റെ വോളിയം സിലിണ്ടറിനെ ആയതുകൊണ്ട് πr²H തന്നെയാണ്. പക്ഷെ റേഡിയസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് R1 R2 എന്ന് എടുത്തു. ഇനി ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റാവുന്ന നമ്പർ ക്യാൻസൽ ചെയ്യാം. 5 കോൺസ്റ്റൻ്റ് ആണ്, ക്യാൻസൽ ചെയ്ത് പോവാം. H സെയിം ആയതുകൊണ്ട് അതും ക്യാൻസൽ ചെയ്ത് പോകും. സെയിം ആയതുകൊണ്ട് മാത്രം, ഹൈറ്റ് ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകും. ഇനി R1ൻ്റെ സ്ഥാനത്ത് 3R R2ൻ്റെ സ്ഥാനത്ത് 4R ആണ്. അപ്പോൾ നമുക്ക് സ്ക്വയർ ചെയ്താൽ എന്ത് വരും? 3ൻ്റെ സ്ക്വയർ 9R² ആണ്, 4ൻ്റെ സ്ക്വയർ 16 ആണ്, R² ആണ് വരിക. 6ൻ്റെ സ്ക്വയർ R² ആണ്, R² ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? 9/16 വരും. V1/V2 ആണ് വോളിയത്തിൻ്റെ റേഷ്യോ. അപ്പോൾ V1:V2 എന്തായിരിക്കും? 9:16 ആണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് വെച്ചിട്ട് ആദ്യം ഒരു റഫായിട്ട് ഫിഗർ വരയ്ക്കാം. ആ ഫിഗറിൻ്റെ ഹൈറ്റ് സെയിം ആണെന്ന് വിചാരിക്കാം. റേഷ്യോ ഓഫ് റേഡിയസ് എന്ന് പറഞ്ഞാൽ R1 R2 ആണ്. അതിൻ്റെ റേഷ്യോ 3:4 എഴുതി വെക്കുക. R1ൻ്റെ സ്ഥാനത്ത് 3R R2ൻ്റെ സ്ഥാനത്ത് 4R എന്നും എഴുതി വെക്കുക. എന്നിട്ട് വോളിയത്തിൻ്റെ റേഷ്യോ ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ V1/V2. അപ്പോൾ ഇക്വേഷൻ എഴുതുക. R1²/R2² ആണ്, ബാക്കി ക്യാൻസൽ വരിക. R1ൻ്റെ സ്ഥാനത്ത് നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചത് 3R ആണ്, ഇതുകൊണ്ട് 3R² എഴുതുക. 4R ആണ് എന്ത്? R2. അപ്പോൾ സ്ക്വയർ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ആണ്, സിലിണ്ടറുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ബേസ് റേഡിയൈ ഓഫ് ടു സിലിണ്ടേഴ്സ് ആർ ഇൻ ദ റേഷ്യോ. അപ്പം ബേസ് റേഡിയസ് തന്നിട്ടുണ്ട്, R1:R2 തന്നിട്ടുണ്ട്, 3:4 ബേസ് റേഡിയസ് റേഷ്യോ തന്നിട്ടുണ്ട്. ഇനി അതിൽ 2:3 ആണ്. ബേസ് റേഡിയസിൻ്റെ റേഷ്യോ എന്താണ്? 2:3. ഹൈറ്റിൻ്റെ റേഷ്യോ ഓഫ് ഹൈറ്റ് തന്നിട്ടുണ്ട് 5:4 ആണ്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 5:4. അപ്പം base radius of two cylinders, radii of the two cylinders 2:3 and their heights ratio 5:4. എന്നിട്ട് ക്വസ്റ്റ്യൻ കാണാൻ പറഞ്ഞ ഫസ്റ്റ് റേഷ്യോ ഓഫ് വോളിയം നേരത്തെ മാതിരി എന്ത് ചെയ്യണം? ഫൈൻഡ് ദ
റേഷ്യോ ഓഫ് വോളിയം, വോളിയത്തിൻ്റെ റേഷ്യോ കാണണം. സെക്കൻഡ്, വോളിയം ഓഫ് ഫസ്റ്റ് സിലിണ്ടർ നമുക്ക് തന്നിട്ടുണ്ട് 720 തന്നിട്ടുണ്ട്. 720 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ വോളിയം ഓഫ് സെക്കൻഡ്. അങ്ങനെയാണ് പറഞ്ഞത്. എത്രയാണ് ഫസ്റ്റിൻ്റെ? അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ ബേസ് റേഡിയസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, ഹൈറ്റിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, ഇവിടെ വോളിയത്തിൻ്റെ റേഷ്യോ കാണാം. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വോളിയം 720 ആണെങ്കിൽ സെക്കൻഡിൻ്റെ വോളിയം എത്രയാണ്? അപ്പോൾ നമുക്ക് ആദ്യം ചെയ്ത മാതിരി റേഷ്യോ തന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? R1:R2 ആയതുകൊണ്ട് 2:3 ആയതുകൊണ്ട് റേഡിയസിൻ്റെ ആകുമ്പോൾ 6 ഇട്ട് കൊടുത്താൽ മതി. R1 എന്ന് പറഞ്ഞാൽ 2R R2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് വിചാരിക്കും. അതുപോലെ നമുക്ക് ഹൈറ്റിൻ്റെ റേഷ്യോസ് തന്നിട്ടുണ്ട്. H1:H2 5:4 ആയതുകൊണ്ട് H1 എത്രയായിരിക്കും? 5H ആയിരിക്കും. കാരണം റേഷ്യോ 5H H2 എന്ന് പറഞ്ഞാൽ 4H അങ്ങനെ തന്ന കാര്യങ്ങൾ എഴുതിയിട്ട് റേഷ്യോ ഓഫ് വോളിയമാണ് ചോദിച്ചത്. വോളിയത്തിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ V1/V2 ആണ്. ഹൈറ്റ് വ്യത്യാസമാണ്, സിലിണ്ടറിൻ്റെ റേഡിയസും വ്യത്യാസം. ഒന്ന് സിലിണ്ടർ ഇങ്ങനെയാണ് ശരിക്കാം, R1 വ്യത്യാസമുണ്ട്, H1. മറ്റേ സിലിണ്ടർ റേഡിയസും ഹൈറ്റും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ R1 H2 രണ്ടും വ്യത്യാസമാണ്. റേഡിയസും സെയിം അല്ല, ഹൈറ്റും സെയിം അല്ല. അപ്പോൾ 5 ഫസ്റ്റത്തെ ആയതുകൊണ്ട് R2H ആണ് വോളിയെങ്കിൽ ഫസ്റ്റിൻ്റെ വോളിയം R1H1 സെക്കൻഡിൻ്റെ വോളിയം 5R2² ആണ്. ഇക്വേഷൻ എഴുതി വയ്ക്കുക. എന്നിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് 5 മാത്രമാണ്. 5 ക്യാൻസൽ ചെയ്തിട്ട് R1² എന്ന് പറഞ്ഞാൽ R1 എന്ന് പറഞ്ഞാൽ 2R ആണ് ക്വസ്റ്റ്യനിലുള്ളത്. R1 എന്ന് പറഞ്ഞാൽ 2R H1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5H ആണ്. ബൈ R2² എന്ന് പറഞ്ഞാൽ 3R ആണ്. 3R² ഇൻറ്റു എത്രയാണ് ഹൈറ്റ്? 4H ആണ്. ഇനി നിങ്ങൾക്ക് സ്ക്വയർ ചെയ്യുക, എന്നതിന് ശേഷം ക്യാൻസൽ ചെയ്യാം. 2Rൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2² എത്ര വരിക? 2² എന്ന് പറഞ്ഞാൽ 4, 2 × 2 ആണ്. R-ൻ്റെ സ്ക്വയർ R² വരും ഇൻറ്റു 5H അതുപോലെ എഴുതാം. ഇനി അതുപോലെ നമുക്ക് 3ൻ്റെ സ്ക്വയർ ചെയ്യാം. 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 ആണ്. അപ്പോൾ 9 എന്നും R² 4H ആണ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാവുന്ന നമ്പേഴ്സ് ക്യാൻസൽ ചെയ്യാം. R² ക്യാൻസൽ ചെയ്ത് പോവും, H ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി നമുക്കുള്ളത് 4. വേണമെങ്കിൽ നമുക്ക് ഈ 4ഉം കൂടെ ക്യാൻസൽ ചെയ്യാം, കാരണം 4 ഇവിടെ ഉണ്ട്, 4. അപ്പോൾ ബാക്കി എന്തുണ്ട്? 5/9 ആണുള്ളത്. V1/V2 5/9 ആയതുകൊണ്ട് V1:V2 എന്താ വരിക? 5:9 ആണ് വരിക. വോളിയം എന്തായിരിക്കും വരിക? 5:9. ഫസ്റ്റിൻ്റെ 5 ആകുമ്പോൾ സെക്കൻഡിൻ്റെ വോളിയം എന്താണ്? 9 ആയിട്ട്. അതായത് 5:9 നിങ്ങൾക്ക് റേഷ്യോ കിട്ടുക. ഇനി ഇതിൽ നിങ്ങൾക്ക് അറിയാം ഫസ്റ്റിൻ്റെ വോളിയം അറിയാം. റേഷ്യോ നമ്മൾ എഴുതി. ഫസ്റ്റത്തെ വോളിയം നമുക്കറിയാം 720 ആണെന്ന്. ബൈ V2 ആണ്. അപ്പോൾ 5/9 ആണ്. അപ്പോൾ നമുക്ക് V2 കാണുമ്പോൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ 5V2 എന്ന് എഴുതാം. 5 × V2 ഈക്വൽ ടു 9 × 720. അപ്പം V2 എന്ന് പറഞ്ഞാൽ 9/5 × 720. കാരണം എന്താണ്ടാ? മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ്. ഇനി എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യാനുള്ളത് നോക്കാം. 5 എത്ര പ്രാവശ്യം പോകും ക്യാൻസൽ ചെയ്താൽ? 7ൽ 1, 22ൽ 4, 4 5 20 ആണ്. ബാക്കി 24. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 6 36, 3 ആണ്. 36ഉം 3ഉം 9 ആവും. പിന്നെ 199 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ വോളിയം ഓഫ് സെക്കൻഡ് സിലിണ്ടർ 1296 ആണ് വരിക. 1296. അപ്പോൾ വോളിയത്തിൻ്റെ റേഷ്യോ കാണാൻ ഇക്വേഷൻ എഴുതുക, തന്നതിൽ കൊടുത്ത് ക്യാൻസൽ ചെയ്ത് വെക്കുക. റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൻ്റെ വോളിയം തന്നാൽ രണ്ടാമത്തെ വോളിയം കാണാൻ നമ്മൾ ആ ഇക്വേഷനോട് കൊടുക്കാം. V1/V2 5/9 അതുകൊണ്ട് V1ൻ്റെ സ്ഥാനത്ത് തന്ന് കൊടുക്കാം, V2 അവിടെ എഴുതുക. ഇതിൻ്റെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും?
5v2 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 720 എന്ന് കിട്ടും. അതിൽ v2 കാണാം, ബൈ 5 എടുക്കുക, നമ്മൾ ക്യാൻസൽ ചെയ്യുക, ക്യാൻസൽ ചെയ്ത് പഠിച്ചോളുക. വീട്ടിലിരുന്നിട്ട് കുറേ നമ്പേഴ്സ് എന്ത് ചെയ്യുക, എഴുതുക, ക്യാൻസൽ ചെയ്യാൻ പറ്റാവുന്ന നമ്പേഴ്സ് വെച്ചിട്ട് ക്യാൻസൽ ചെയ്ത് പഠിക്കുക. ആ പഠിച്ചാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യണം, പ്രോബ്ലം പെട്ടെന്ന് ചെയ്യും. എല്ലാത്തവർ 9നെ 720 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ കുറച്ച് സമയം കൂടുതലെടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നന്നാക്കി ചെയ്ത് പഠിക്കാം കേട്ടോ.